കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കുൽഗാമിലാണ് ആക്രമണം ഉണ്ടായത്. മനു ശങ്കർ ചേരുന്നു. മനു, ആക്രമണം ഇപ്പോഴും തുടരുകയാണോ? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യന്തയിലും ഏറ്റുമുട്ടൽ ഇപ്പോഴും സൈനികരും ഭീകര സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കുൽഗാം മേഖലയിലെ യാരിപ്പുര പോലീസ് സ്റ്റേഷന് നേരെയാണ് ഭീകര സംഘം ആക്രമണം നടത്തിയത്. നിലവിൽ 7:30 കൂടിയായിരുന്നു ഈ ഭീകര സംഘം ഈ യാരിപ്പുര പോലീസ് സ്റ്റേഷനിൽ കാവൽ നിൽക്കുകയായിരുന്ന പോലീസ് സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. ഇതിനുശേഷം അകത്തുണ്ടായിരുന്ന പോലീസുകാർ കൂടി ഈ ഭീകര സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് സമീപത്തെ BSF പോസ്റ്റിലെ സൈനിക അംഗങ്ങൾ കൂടി എത്തി സംയുക്തമായി ഭീകരർക്കെതിരെ വെടിയുതിർക്കൽ തുടർന്നു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിലവിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കാത്ത വിവരം ലഭിക്കുന്നുണ്ട്. 6 അംഗ ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ ബാരാമുള്ള സൈനിക പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. ഇതിന് പിന്നാലെ സൈനിക കേന്ദ്രത്തിനകത്ത് കയറി ആക്രമണം നടത്താനും ശ്രമിച്ചിരുന്നു. ഗ്രനേഡ് ആക്രമണവും മറ്റും നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും സൈന്യം സംയുക്തമായി നടത്തിയ തിരിച്ചടിയിൽ 2 ഭീകരരെ വധിക്കാനായി എന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ മൃതശരീരവും മറ്റും കണ്ടെത്താനാകാത്തത് കൂടുതൽ ആശങ്ക ജനിപ്പിച്ചിരുന്നു. 4 അംഗ ഭീകര സംഘമാണ് അന്ന് ആക്രമണം നടത്തിയതെന്ന് BSF DG തന്നെ പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നതാണ്. അതിനാൽ ഈ ഭീകരർ രക്ഷപ്പെട്ടിരിക്കാം എന്നൊരു നിഗമനത്തിലും സൈന്യം എത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ ഈ ഭീകരർ തന്നെയാണോ ഇപ്പോഴും ആക്രമണം നടത്തിയത് എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. ഇന്ന് ഈ 3 ദിവസത്തിനുള്ളിൽ ഇത് 9ാം തവണയും ഇന്ത്യൻ പോസ്റ്റിന് നേരെ വെടിനിർത്തൽ കരാർ ലംഘനം പാക് സൈന്യം നടത്തിയിരുന്നു. അതിനാൽ ഈ വെടി ഉതിർക്കലിന്റെ ഒക്കെ മറവിലാണ് നിയന്ത്രണ രേഖയും മറ്റും കടന്ന് നുഴഞ്ഞുകയറ്റത്തിന് ഭീകരർ ശ്രമിക്കാറുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ ഭീകരർ കാശ്മീർ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഭീകരാക്രമണം നിലവിൽ കുൽഗാമിലെ പോലീസ് സ്റ്റേഷന് നേരെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ധന്യ മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമി ബാബുറാമിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തു. ബാബുവുമായി ബാബുറാമിന് അടുത്ത ബന്ധമുണ്ടെന്ന് വിജിലൻസിന് തെളിവുകൾ ലഭിച്ചു. മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ ബാബുറാമിനെ വിജിലൻസിന്റെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ദീർഘനേരം ചോദ്യം ചെയ്തത്. നേരത്തെ നടന്ന റെയ്ഡിൽ ബാബുറാമിന്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. 44 ഇടങ്ങളിൽ ഭൂമി ഇടപാട് നടത്തിയതിന്റെ രേഖകളായിരുന്നു പിടിച്ചെടുത്തവയിൽ പ്രധാനം. ഈ ഇടപാടുകളിൽ ബാബുവിന് പങ്കുണ്ടോ എന്നറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ ബാബുവുമായി ബന്ധമില്ലെന്നും പൊതുപ്രവർത്തനമാണ് തൊഴിൽ എന്നുമാണ് വിജിലൻസിന് ബാബുറാം മൊഴി നൽകിയത്. പൊതുപ്രവർത്തനത്തിലൂടെ വലിയ വ്യവസായിയായി വളർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബാബുറാം കൃത്യമായ മറുപടി നൽകിയില്ല. ആദായനികുതി രേഖകൾ പരിശോധിച്ച ശേഷം ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബുവിന്റെ ഭാര്യ ഗീത, ബാബുവിന്റെ സഹോദരൻ ജോഷി, PA നന്ദകുമാർ എന്നിവരെയും വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറയിലെ 2 ലോക്കറുകൾ ശൂന്യമായതിന്റെ വിശദാംശങ്ങൾ തേടിയായിരുന്നു ഭാര്യയെ ചോദ്യം ചെയ്തത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ബാബുവും ബാബുറാമും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ വിജിലൻസിന് ലഭിച്ചു. ഇരുവരും നിരവധി തവണ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളാണ് ലഭിച്ചത്. ബാബുവിന്റെ മറ്റൊരു ബിനാമിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ മോഹനനെ അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്തേക്കും. കൃത്യമായ തെളിവുകളും മൊഴികളും ലഭിച്ച ശേഷമായിരിക്കും ബാബുവിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരുമായി മാനേജ്മെന്റുകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഫീസ് ഇളവോ സ്കോളർഷിപ്പോ മെറിറ്റ് സീറ്റിൽ നൽകാനാകില്ലെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. നിലവിലെ കരാറിൽ മാറ്റം വരുത്തില്ലെന്നും മാനേജ്മെന്റുകൾ നിലപാടെടുത്തു. മറ്റുള്ള വാർത്തകൾ അഭ്യൂഹമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു. സ്വാശ്രയ പ്രവേശനത്തിൽ മാരത്തോൺ ചർച്ചകളാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ തലസ്ഥാനത്ത് നടത്തിയത്. എന്നാൽ ഫീസ് ഇളവോ സ്കോളർഷിപ്പോ നൽകുന്ന കാര്യം സർക്കാരുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പ്രസിഡന്റ് PK കൃഷ്ണദാസ്: ഞങ്ങൾ ഇന്ന് ആരോഗ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടത് ഫീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നുമല്ല. ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജുകളുടെ മറ്റു പല പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തെ പ്രവേശന വിഷയം മാത്രമാണ് സർക്കാരുമായി ചർച്ച ചെയ്തത്. മറ്റു തരത്തിൽ വരുന്ന വാർത്തകൾ അഭ്യൂഹം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ബാക്കി ഇന്നും ഇന്നലെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം തന്നെ കെട്ടുകഥകളോ അല്ലെങ്കിൽ റൂമേഴ്സോ ആണ്. അതിന് പ്രതികരിക്കുവാൻ അസോസിയേഷൻ നിലയ്ക്ക് ഞങ്ങളും തയ്യാറല്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊന്നും അത്തരത്തിൽ നിർദ്ദേശങ്ങളോ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങോട്ടോ ഒരു നിർദ്ദേശവും പോയിട്ടില്ല. മുൻ നിശ്ചയപ്രകാരം നടന്ന യോഗമാണിത്. മെറിറ്റ് സീറ്റിൽ ഫീസ് ഇളവ് നൽകുമെന്ന് പറഞ്ഞത് MESനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അസോസിയേഷന് കീഴിലെ മറ്റു കോളേജുകൾ നിലവിലെ കരാർ പ്രകാരം മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി.
രാവിലെ അടിയന്തര യോഗം ചേർന്ന മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ തുടർന്ന് ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിലായിരുന്നു പ്രശ്നപരിഹാരത്തിന് സ്കോളർഷിപ്പ് എന്ന ഫോർമുല മുന്നോട്ട് വന്നത്. എന്നാൽ ശേഷം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ നിലപാടിൽ നിന്നും മാനേജ്മെന്റുകൾ പിന്നോട്ടുപോയി. ഇതോടെ ചർച്ച വീണ്ടും വഴിമുട്ടി. തുടർന്ന് ആരോഗ്യമന്ത്രിയെ കണ്ടെങ്കിലും കരാറിൽ മാറ്റം വരുത്തേണ്ട എന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭയിൽ കഴിഞ്ഞ 7 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ഹൈബി ഈഡനെയും ഷാഫി പറമ്പിലിനെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പകരം VT ബൽറാമും റോജി എം ജോണും നിരാഹാരം ആരംഭിച്ചു. ഒപ്പം P ഉബൈദുള്ളയും TV ഇബ്രാഹിമും അനുഭാവ സത്യാഗ്രഹവും ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിഷേധാത്മക നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മാനേജ്മെന്റുകളുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാകുമെന്നായിരുന്നു UDF കേന്ദ്രങ്ങളുടെ ധാരണ. എന്നാൽ ചർച്ച അലസിപ്പിരിഞ്ഞതോടെ UDF ക്യാമ്പ് മ്ലാനവദനരായി. തുടർന്ന് UDF യോഗം ചേർന്ന് നിരാഹാരം നടത്തുന്ന ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ എന്നിവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും VT ബൽറാം, റോജി എം ജോൺ എന്നിവരെ പകരം നിരാഹാരം ഇരുത്താനും തീരുമാനമായി. സമരമിരിക്കുന്ന MLA മാരോട് പ്രതിപക്ഷ നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് ഇവരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സർക്കാരിൻ്റെ നിഷേധാത്മക നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് അവർ ആരോപിച്ചു. വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്താൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചാലും മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാതിരിക്കുന്ന ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. VT ബൽറാം, റോജി എം ജോൺ എന്നിവരെ പ്രതിപക്ഷ നേതാക്കൾ ഷാൾ അണിയിച്ച് നിരാഹാരമിരുത്തി. ലീഗ് MLA മാരായ P ഉബൈദുള്ള, TV ഇബ്രാഹിം എന്നിവർ അനുഭാവ സത്യാഗ്രഹം നടത്തും. വ്യാഴാഴ്ച സഭ പിരിഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിഞ്ഞ് മാത്രമേ നിയമസഭ ചേരൂ. ഈ സാഹചര്യത്തിൽ സമരം ഏതു വിധത്തിൽ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ UDF-ൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്താൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചാലും മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാതിരിക്കുന്ന ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വാർത്തകളിലേക്ക്. UDF നടത്തുന്നത് രാഷ്ട്രീയ സമരമാണെന്നും ദുരഭിമാനം വെടിഞ്ഞ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF-ന്റെ തകർച്ചയും മുൻ മന്ത്രിമാരുടെ അഴിമതിയും മറച്ചുവെക്കാനാണ് സ്വാശ്രയ സമരമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമില്ലാത്ത സ്വാശ്രയ സമരമാണ് UDF നടത്തുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ സമരമാണ്. ജെയിംസ് കമ്മീഷൻ ശക്തമായ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള അവസ്ഥ വരികയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ കൊടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ഈ സമരത്തിലില്ല. വിദ്യാർത്ഥികളെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയവരുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമരം വിദ്യാർത്ഥികൾക്കോ ജനങ്ങൾക്കോ സമൂഹത്തിനോ വേണ്ടിയുള്ള സമരമല്ല, രാഷ്ട്രീയ സമരമാണ്. ആ സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് സമരം തുടങ്ങിയവർ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 20 മുതൽ 30 വരെ പ്രചാരണം സംഘടിപ്പിക്കും. CPM പ്രവർത്തകർക്കെതിരായ RSS BJP ആക്രമണങ്ങൾ തുറന്നുകാട്ടും. വട്ടിയൂർക്കാവ്, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി 3ാം സ്ഥാനത്ത് പോയത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പാലക്കാട് പരാജയം സംബന്ധിച്ച് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു. സ്വാശ്രയ പ്രശ്നത്തിൽ MLA-മാർ നിരാഹാരം തുടരുകയാണ്. MLA-മാരുടെ നിരാഹാരം തുടരുമ്പോൾ തന്നെ റബ്ബർ കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KM മാണി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ശേഷം പിൻവലിച്ചത് ഖേദകരമെന്ന് സ്പീക്കർ പ്രതികരിച്ചു. മാണിയുടെ നടപടി കർഷകരെ അപമാനിക്കുന്നതാണെന്ന് AK ബാലൻ പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ കഴിഞ്ഞ സർക്കാർ വരുത്തിയ വിവാദ ഭേദഗതി റദ്ദാക്കാൻ മന്ത്രിസഭാ തീരുമാനം. 2008 മുമ്പ് നികത്തിയ വയലുകൾ നികുതി അടച്ചാൽ സാധുവാക്കാമെന്ന ഭേദഗതിയാണ് റദ്ദാക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി വിമുക്തി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി രൂപീകരിക്കും.
സോളാർ കേസ് അന്വേഷിക്കുന്ന ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD ഏലിയാസ് ജോർജിനെ 2 വർഷത്തേക്ക് കൂടി തൽസ്ഥാനത്ത് തുടരാനും അനുവദിച്ചു. വാർത്തകളിലേക്ക്. ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. മിന്നലാക്രമണം നടന്നിട്ടില്ലെന്നും വ്യാജ ഓപ്പറേഷനാണെന്നുമുള്ള അന്താരാഷ്ട്ര വിവാദം ഒഴിവാക്കാൻ വീഡിയോ പരസ്യപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ സൈന്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യരുതെന്നും വീഡിയോ പരസ്യപ്പെടുത്താനാകില്ലെന്നും കേന്ദ്രം പ്രതികരിച്ചു. പ്രതിപക്ഷം പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിക്കുന്നെന്ന് BJP ആരോപിച്ചു. ഇന്ത്യ അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പാക് മാധ്യമങ്ങൾക്ക് പിന്നാലെ വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സമാന റിപ്പോർട്ടുകളുണ്ടായി. PTIയുടെ ഇസ്ലാമാബാദിലെ ലേഖകനും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണത്തിലെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ സൈനിക നീക്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആദ്യം രംഗത്തെത്തിയത്. വീഡിയോ പുറത്തുവിടാതിരുന്നാൽ സർക്കാർ മെനഞ്ഞ വ്യാജ ഓപ്പറേഷൻ എന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം തള്ളിയ കോൺഗ്രസ് നേതൃത്വം സൈനിക നീക്കങ്ങളിൽ വിശ്വാസമുണ്ടെന്നും എന്നാൽ അന്താരാഷ്ട്ര തലത്തിലെ വിവാദങ്ങൾ ഒഴിവാക്കാൻ വീഡിയോ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ വീഡിയോ പുറത്തുവിടേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാടറിയിച്ചു. സൈനികരെ താഴ്ത്തിക്കളയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു. നേരത്തെ സൈനിക നീക്കം പ്രധാനമന്ത്രി ലൈവായി ദില്ലിയിലിരുന്ന് കണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. സൈന്യത്തിന്റെ പക്ഷത്തുള്ള ഈ വീഡിയോ പുറത്തുവിട്ട് വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിൽ നിന്ന് അഭിഭാഷകർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണമെന്നും പ്രശ്നം വഷളാവുന്നത് കേരളത്തിന്റെ സൽകീർത്തിയെ ബാധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മാധ്യമവിലക്കിന് പരിഹാരം കാണുവാൻ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസുമായി ചർച്ച നടത്തും. പ്രശ്നപരിഹാരത്തിനായി ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുമെന്ന് മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്ത അഭിഭാഷകരുടെ നടപടി സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലും പങ്കെടുത്ത ചർച്ചയിൽ മാധ്യമങ്ങളെ ആരും കോടതിയിൽ തടയുകയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിന്തുണയുമായാണ് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത്. നാടിന്റെ യശസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അനുവദിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായി, അതിൽ വൈകാരികമായ പ്രതികരണങ്ങളുമുണ്ടായി. എന്നാൽ എന്നും അതേ തരത്തിലേ പ്രതികരിക്കൂ എന്ന നിലപാട് ആർക്കും നല്ലതല്ല. അങ്ങനെ നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാനുമാവില്ല, ഗവൺമെന്റിനും അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമ സ്ഥാപനങ്ങളിലെ എഡിറ്റർമാരുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചീഫ് ജസ്റ്റിസുമായിട്ടും മറ്റ് ബന്ധപ്പെട്ടവരുമായിട്ടുമൊക്കെ സംസാരിക്കുകയും ഇതൊരു കേരളത്തിൽ നേരിട്ട ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടുകൂടാ. അത് തടസ്സപ്പെടുത്തുന്നതിനോട് യോജിക്കാനാവില്ല. തടസ്സപ്പെടുത്താനിറങ്ങുന്ന അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം, അതിൽ നിന്ന് പിന്തിരിയണം. സ്വതന്ത്രവും നിർഭയവുമായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും തന്നെ അനുവദിച്ചു കൊടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം പാടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് എടുക്കുന്നുവെന്ന വാദം തെറ്റാണെന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലും ആയുധ പരിശീലനമോ ഈ മുളവടിയും കുറുവടിയും ഒക്കെ ആയിട്ടുള്ള മറ്റ് കായിക പരിശീലനമോ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. ക്ഷേത്ര ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരം പരിപാവനമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഒരു സംഘടനയുടെയും RSS എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും ഒരു തരത്തിലുള്ള പരിശീലനവും ക്ഷേത്രങ്ങളെന്നല്ല ഒരു ആരാധനാലയങ്ങളിലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനനുസരിച്ച നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോബി ആൻഡ് മർഡോണ പറക്കും ജ്വല്ലറി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു.
22 ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകളും ആന്റി തെഫ്റ്റ് ലേസർ ടെക്നോളജിയും ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജ്വല്ലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IS കേരള ഘടകത്തിലെ പ്രധാനികൾ അറസ്റ്റിലായിട്ടും ISന്റെ സൈബർ പ്രവർത്തനം ഇപ്പോഴും സജീവമായി നടക്കുന്നു. ISലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉപയോഗിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇന്നും തീവ്രവാദ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. IS കേരള ഘടകത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഐഡിയാണ് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത്. സമീർ അലി എന്ന പേരിലുള്ള അക്കൗണ്ടിൽ ഇന്നും തീവ്രവാദ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ മൻഷിദാണ് വ്യാജപേരിൽ ഈ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസം കനകമലയിൽ വെച്ച് NIAയുടെ പിടിയിലായിരുന്നു. ഇയാൾ അറസ്റ്റിലായതിനു ശേഷവും ഈ ID സജീവമാണ്. ജിഹാദ് തുടരും. ജിഹാദിലുള്ള വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടേക്കാം, പരിക്ക് പറ്റി കിടപ്പിലായേക്കാം. അതുകൊണ്ടൊന്നും ജിഹാദ് ഇല്ലാതാകില്ല. ഒരാൾ ജിഹാദിൽ നിന്നും പിൻവാങ്ങുമ്പോൾ മറ്റാളുകൾ രംഗത്ത് വരും. ജിഹാദ് ശക്തമായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം NIA പിടിയിലായവർക്ക് ആശംസകൾ അർപ്പിച്ചാണ് അടുത്ത പോസ്റ്റ്. പിടിയിലായവർ അവരുടെ ദൗത്യം നിർവഹിച്ചു. ഇനി ബാക്കിയുള്ളവർ ദൗത്യം ഏറ്റെടുക്കണമെന്നും പോസ്റ്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിനെക്കുറിച്ചും NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.